വധൂവരന്മാരുടെ പേരെഴുതുന്നതിന്റെ അടിയിൽ അവരുടെ മാതാപിതാക്കളുടെ പേരെഴുതണം. ശ്രീമതി ദമയന്തിയുടെയും ശ്രീമാൻ ദിഗ്വിജയുടെയും മൂത്ത പുത്രൻ. നീ എന്ത് വേണ്ടതിനെ പറയുന്നു? ഇൻവിറ്റേഷനിൽ നിനക്ക് ജന്മം തന്നത് നിന്റെ അച്ഛന്റെ അമ്മയുടെ പേരാ എഴുതേണ്ടത്. എന്റെ പേരാണോ എഴുതി വെക്കുന്നത്? ഡാഡി, അത് സാരമല്ല മുതലാളി, നിങ്ങളുടെ പേരായാലും മതിയല്ലോ. അങ്ങനെയല്ല നന്ദീശ, കല്യാണക്കുറി അടുപ്പിക്കുമ്പോ അതിന്റേതായിട്ടുള്ള ഒരു രീതിയിലൊക്കെ വേണം അടിക്കാൻ, അല്ലെങ്കിൽ അത് ശരിയാവില്ല. തൃശൂർ, ഇവരുടെ പേരിനൊപ്പം അവരുടെ പേരുകൂടെ എഴുത്. ശ്രീമതി മധുമതിയുടെയും ശ്രീമാൻ നന്ദീശന്റെയും മൂത്ത പുത്രനെന്ന്. അമ്മ പറഞ്ഞതുപോലെ കല്യാണം നടക്കുന്ന സ്ഥലവും കൃത്യമായിട്ട് എഴുതണം. തൃശൂൽ, ഇത് നീ തന്നെ പ്രിന്റിങ്ങിന് കൊടുത്തേക്ക്. എന്റെയും ശിവാനിയുടെയും പേരൊക്കെ വലിയ അക്ഷരത്തിൽ പ്രിന്റ് ചെയ്യിക്ക്. എല്ലാവരും ശരിക്കും കാണണം. തൃശൂൽ, നീ എന്തോന്നും മിണ്ടാത്ത? എനി പ്രോബ്ലം? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തു പറ്റി മധു? മുതലാളിയുടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? ഇവിടെ വന്നാണെങ്കിൽ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്നു. സ്വന്തം മകൻ അച്ഛന്റെ അമ്മയുടെയും പേര് പറയാൻ ആലോചിച്ചു നിൽക്കുന്നു. ഇത് കാണുമ്പോ ഞാൻ എങ്ങനെ സമാധാനിക്കാനാ? അവൻ വേണോന്ന് വെച്ച് അങ്ങനെ പറഞ്ഞതായിരിക്കില്ല മധു. ഇത്രയും കാലമായിട്ട് അവരെ രണ്ടുപേരെയല്ലേ അവൻ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടത്. അതുകൊണ്ട് പറഞ്ഞു പോയതായിരിക്കും. ഓരോന്നും പറഞ്ഞ് നിങ്ങൾ എന്റെ വായടപ്പിക്കാൻ ശ്രമിക്കണ്ട. ഉള്ള കാര്യമല്ലേ മധു ഞാൻ പറഞ്ഞത്. സത്യം അതൊന്നും അല്ലെന്നേ. ഒരു കുഞ്ഞിനെ വളർത്തി നമ്മൾ വലുതാക്കി, മറ്റൊരുത്തനെ ഞാൻ പ്രസവിച്ചു. അങ്ങനെയാവുമ്പോ രണ്ടുപേരും നമ്മുടെ മക്കളല്ലേ? എന്നാലോ അമ്മയെന്ന് എന്നെ വിളിക്കാനായിട്ട് ഒരുത്തം പോലും ഈ വീട്ടിലില്ലല്ലോ. വരും മധു, വന്നിരിക്കും. എന്നെയും നിന്നെയും അച്ഛ അമ്മ എന്ന് വിളിക്കുന്നൊരു കാലം അധികം വിദൂരമല്ല. വരുമെന്ന് ആഗ്രഹിച്ച് ജീവിക്കാനേ നമുക്ക് പറ്റൂ. മകന്റെ കല്യാണം നടത്താൻ പോലുള്ള ഭാഗ്യമില്ല. എല്ലാം അവര് തന്നെ ചെയ്തു കൊടുക്കുവാണല്ലോ. നമ്മളിപ്പോ അവന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. വെറും പേരിന് വേണ്ടി മാത്രമല്ലേ? ദൈവം നമ്മളോട് എന്ന് കരുണ കാണിക്കുമെന്നോ എന്ന് നല്ല കാലം വരുത്തുമെന്നോ അറിയില്ല. എന്താ മോനെ ത്രിവിക്രമ, കല്യാണക്കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? എവരിത്തിങ് ഈസ് ഓക്കെ? ആർ യു ഹാപ്പി? അതെ ഡാഡി, ഐ ആം വെരി ഹാപ്പി. ഒന്നും അല്ലടാ മോനെ. കല്യാണ ദിവസം ഇങ്ങോട്ട് വന്നോട്ടെ, നമുക്ക് അടിച്ചു പൊളിക്കാം. താങ്ക്സ് ഡാഡി. താങ്ക്സ് ഒക്കെ എന്തിനാടാ? നിന്റെ സന്തോഷമല്ലേ എനിക്ക് വലുത്. പിന്നെ ഞങ്ങള് ഡ്രസ്സും ജ്വല്ലറീസും ഒക്കെ എടുക്കാൻ വേണ്ടി കടയിലേക്ക് പോവാ. നീയും ശിവാനിയും കൂട്ടിക്കൊണ്ട് നേരെ അങ്ങോട്ട് വന്നേക്കാം. ശരി ഡാഡി, ഇപ്പൊ തന്നെ വിളിച്ചോണ്ട് ഗോ ഗോ ഗോ. ഹേ ബ്രോ, നീയും വാ എന്റെ കൂടെ. ഞാനോ? എവിടേക്ക്? അപ്പൊ നീ കാര്യം അറിഞ്ഞില്ലേ? എല്ലാവരും പർച്ചേസിങ്ങിന് പോവാ. നമുക്ക് പോയിട്ട് ശിവാനി വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാം. ഞാൻ എന്തിനാ വെറുതെ വരുന്നേ? വേണ്ട, നിങ്ങൾ പോയിട്ട് വരൂ. ബ്രോ, നിനക്ക് എന്റെ കൂടെ വന്നെന്ത് കുഴപ്പം? അല്ല, അത് അവൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് വിളിക്കുന്നതല്ലേ. നീ എന്താ പറ്റില്ല എന്ന് പറയുന്നത്? ചെല്ലടാ. കം ഓൺ ബ്രോ. ശിവാനി, ടുഡേ ഐ ആം സോ ഹാപ്പി. ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അങ്ങനെ അവസാനം നമ്മുടെ കല്യാണം നടക്കാൻ പോവാ. താൻ ഹാപ്പി അല്ലേ?
ഒരുപാട് ഹാപ്പിയാ. ശിവാനി, നമ്മൾ ഇത്രയും ഹാപ്പി ആയിരിക്കുമ്പോ തൃശ്ശൂരിനെ കണ്ടില്ലേ? അവൻ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന. എന്താ കാര്യം തനിക്കറിയോ? അറിയില്ല. തൃശ്ശൂർ ഏതോ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അതാരാന്ന് തനിക്കറിയായിരിക്കും. അതാരാന്ന് പറ. അവനോട് ചോദിച്ചിട്ട് അവനൊന്നും പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് തനിക്കറിയായിരിക്കുമല്ലോ. എന്നോട് പറ ശിവാനി. നമ്മുടെ കല്യാണത്തിന് കൂടെ അവന്റെ കല്യാണം നടത്താലോ? ശരിയല്ലേ? ബ്രോ, ഇപ്പൊ അതൊന്നും വേണ്ട, നമുക്ക് പിന്നെ സംസാരിക്കാം. ബ്രോ, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്റെ വായടപ്പിക്കാൻ നോക്കണ്ട. അല്ല, രണ്ടാളും എന്താ ഡള്ളായിരിക്കുന്നത്? പ്രേമത്തിന്റെ കാര്യം എന്നോട് പറയണോ വേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണോ? തൃശ്ശൂർ എന്നോടൊന്നും പറയാതെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ആളാരാന്ന് എനിക്ക് മനസ്സിലായി. എന്താ മനസ്സിലായിരുന്നോ? തൃശ്ശൂർ ആരെയാ സ്നേഹിക്കുന്നതെന്ന് നിനക്ക് അറിയാന്നാണോ പറഞ്ഞത്? എനിക്കറിയാം. ത്രിവിക്രം, അത് ശിവാനി, താനെന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഓ, ഞാൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ആലോചിക്കാണോ? എനിക്ക് അവന്റെ ലവർ ആരാന്നൊന്നും അറിയില്ല. അവന്റെ ലവറിന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രമേ എനിക്കറിയുള്ളൂ. ശിവാനി, ആ ഫസ്റ്റ് ലെറ്റർ എന്താണെന്ന് എനിക്കറിയോ? യെസ്. എസ്സിൽ തുടങ്ങുന്ന ആ പേര് ഏതായിരിക്കും? സുജാത, സുലോചന, ശാരദ, ത്രിവിക്രം, ഷോപ്പ് എത്താറായി. എല്ലാരും നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യായിരിക്കും. അവിടെ എത്തിട്ട് സംസാരിക്കാം. എല്ലാരും എത്തിയെന്ന് വിചാരിക്കുന്നു. ആർക്കൊക്കെ എന്തൊക്കെ വേണമോ അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ സെലക്ട് ചെയ്തോളാം. അങ്കിൾ, നിങ്ങളും കൂടെ വാ. ഞാനെന്തിനാ മോളെ? എന്തായാലും ഞാൻ സെലക്ട് ചെയ്യുന്ന ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കണം. അളിയ, ഞാനും കൂടെ പോയേ പറ്റൂ. ഇല്ലെങ്കിലേ സാരിക്കാളും വലുപ്പത്തിലുള്ള ബില്ലായിരിക്കും വരിക. ഇവർക്കൊന്നും ഒരു കൺട്രോൾ ഇല്ലെന്നേ. അതുകൊണ്ട് ഞാനും കൂടി. കളിയാക്കിയതൊക്കെ മതി. ആദ്യം വന്ന കാര്യത്തിലേക്ക് കടക്ക്. ചെല്ല്. വീണേ, നോക്ക്, ഇതെനിക്ക് നന്നായിട്ട് ചേരുന്നില്ലേ? അമ്മായിക്ക് ഈ പ്രായത്തിൽ ഇത്രയും സെൻസ് ആണെങ്കിൽ നല്ല പ്രായത്തിൽ എങ്ങനെ എടുത്തിട്ടുണ്ടാവും? ഓർമ്മിപ്പിക്കില്ലേടാ മോനെ. പഴയതൊക്കെ ആലോചിച്ച് സങ്കടപ്പെടാൻ എനിക്ക് വയ്യ. ആ ഒരു കാലം, ആഹാ ആഹാ, ആ ജീവിതം തന്നെ വേറെയാടാ മോനെ. അതുകൊണ്ടായിരിക്കും അമ്മാവനെ ദൈവം പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചത്. എന്താടാ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല അമ്മായി, സെലക്ഷൻ നല്ലതാണെന്ന് പറയായിരുന്നു. ഈ സാരി ശിവാനിക്ക് ചേരുമെന്നാ തോന്നുന്നു. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? അമ്മേ, ആ സാരിയൊക്കെ നല്ലത് ഈ സാരിയല്ലേ? നമുക്ക് വേറെ നോക്കാം. ഈ സാരി ശിവാനിക്ക് നന്നായി ചേരും. ഈ കളർ നന്നായിട്ടുണ്ട്. ഈ കളർ അത്ര മാച്ച് ഇല്ല. ശിവാനിക്കുള്ള സാരി ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം. അനി, ഒന്ന് നീങ്ങിരുന്നേ. എന്താണ് മരുമോനെ, കല്യാണത്തിന് മുൻപ് തന്നെ നീ സാരി സെലക്ട് ചെയ്ത് തുടങ്ങിയോ? എന്റെ മരുമോന്റെ കഥ കഴിഞ്ഞേ. ശിവാനി, ഹൗ ഇസ് ദിസ്? തനിക്ക് ഇഷ്ടായില്ലേ? ഇതായിപ്പം നോക്കി, ഉറപ്പായിട്ടും തനിക്കിത് ഇഷ്ടാവും. ത്രിവിക്രം, എനിക്ക് ശിവാനി, എനിക്ക് മനസ്സിലായി. തനിക്ക് എന്നോട് പറയാനുള്ള മടികൊണ്ടല്ലേ? ആണോ അടുത്തേ? എങ്കിൽ നമുക്കൊരു ഗെയിം കളിച്ചാലോ? സാരിക്കടയില് ഗെയിമോ?
അതെ, നമ്മളെല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ സാരി സെലക്ട് ചെയ്യുന്നു. അത് ഏടത്തേക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ഏടത്തി ഏത് സാരി സെലക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സാരി നിങ്ങൾ സെലക്ട് ചെയ്യും. എടുത്തി ഇങ്ങോട്ട് മാറിയുന്നു. നീ എന്താടാ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നേ? പോയി എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യടാ. സാരമില്ല ചാ, ഞാൻ ഇവിടെ നിന്നോളാം. ബ്രോ കമോൺ, നീ ഒരെണ്ണം സെലക്ട് ചെയ്യേ. ചേട്ടാ, എല്ലാവരും 2 സാരി സെലക്ട് ചെയ്തപ്പോ നീ എന്താ ഒന്ന് മാത്രം സെലക്ട് ചെയ്തേ? ശിവാനി അടുത്തേക്ക് ഈ സാരി തന്നെ ഇഷ്ടാവെന്ന് കരുതിയിട്ടാണോ? എടുത്തേ ചേട്ടത്തി, ഇത്രയും സാരിന്ന് ചേട്ടത്തിക്ക് ഇഷ്ടപ്പെട്ട സാരി സെലക്ട് ചെയ്ത് കൊടുത്തോണ്ട് വാ. എന്താണ് മരുമോനെ, നീ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നത്? നീ സെലക്ട് ചെയ്ത സാരി തന്നെ ശിവാനി ഉടുത്തിട്ട് വരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉറപ്പായും അങ്കിളെ. ഉറപ്പായിട്ടും അത് തന്നെ സെലക്ട് ചെയ്യുന്ന എന്തത്ര വിശ്വാസം. ചിലപ്പോ എടുത്ത് ഞാൻ സെലക്ട് ചെയ്ത സാരി ഉടുത്തോണ്ട് വരുന്നെങ്കിലോ? എന്തായാലും ശരി, ഏതെങ്കിലും ഒന്ന് ശിവാനിക്ക് ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. തൃശൂൽ, എന്തു പറ്റിയടാ? മുഖം വല്ലാതിരിക്കുന്നല്ലോ, എന്താ കാര്യം? ഒന്നുമില്ല മുത്തശ്ശി. സാരിയൊക്കെ സെലക്ട് ചെയ്യുന്ന കണ്ടപ്പോ അവന്റെ കല്യാണത്തെ കുറിച്ച് അവനും ആലോചിക്കാൻ തുടങ്ങിയല്ലേടാ? അതൊന്നല്ല. തൃശൂൽ, നിന്റെ പെണ്ണിനും നീ ഇതുപോലെ തന്നെ സാരി സെലക്ട് ചെയ്ത് കൊടുക്കണം. മുത്തശ്ശി ഒന്ന് വെറുതെ ഇരിക്കും മുത്തശ്ശി. തൃശൂൽ, മുത്തശ്ശി പറഞ്ഞാൽ എന്താ തെറ്റുള്ളേ? പറ, നിന്റെ ഗേൾ ഫ്രണ്ട് ഏത് ടൈപ്പ് സാരി വാങ്ങിച്ചു കൊടുക്ക? അത് പറ തൃശൂൽ, പറ തൃശൂൽ, കമോൺ. അവള് സിമ്പിൾ ആയിട്ടൊരു സാരി ഉടുത്ത് മുടി അഴിച്ചിട്ട് എന്റെ എതിരെ വരുമ്പോ അത് കണ്ട് ഞാൻ മതിമറന്ന് നിന്നിട്ടുണ്ട്. അതെന്റെ മനസ്സിൽ അങ്ങനെ നിക്ക. തൃശൂൽ, നീ സെലക്ട് ചെയ്ത സാരി നിന്റെ ഗേൾ ഫ്രണ്ടിന് സൂട്ടാവൂന്ന് എനിക്കറിയില്ല. ശിവാനിക്ക് എന്തായാലും അത് പെർഫെക്റ്റ് ആയിട്ട് ചേരുന്നുണ്ട്. ശിവാനി, താനെന്തിനാ ഈ സാരി സെലക്ട് ചെയ്തേ? എന്തു പറ്റി? എനിക്കിതാ ഇഷ്ടായത്. അല്ല, ഞാൻ സെലക്ട് ചെയ്ത സാരി തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നീ സെലക്ട് ചെയ്തതോ? ഏതാ അത്? എനിക്കറിയില്ലല്ലോ. അത് ബ്രോ, ഏടത്തിക്ക് നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ സെലക്ട് ചെയ്ത സാരിയല്ലേ ഇഷ്ടമായത്. ഇപ്പൊ വിട്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ സെലക്ട് ചെയ്ത സാരി തന്നെ എടുത്തോളും.
വീണേ, ശരിയാ മോളെ നീ പറഞ്ഞത്. ശിവാനി, നോ. ഈ സാരി എനിക്ക് ഒട്ടും ചേരുന്നില്ല. ഈ സാരി നല്ലത്, ഇതൊന്ന് ട്രൈ ചെയ്യും. അല്ല ത്രിവിക്രം, ശിവാനി, ഈ കളറൊന്ന് നോക്ക്. പിന്നെ ഇതിന്റെ ബോർഡർ നോക്കി, ഇത് നന്നായിട്ടുണ്ട്, എടുത്തോ. ശരി, ഞാൻ ഇത് തന്നെ എടുത്തോളാം. എനിക്ക് ഈ സാരിയാ ഇഷ്ടമായത്, ഞാൻ ഇത് തന്നെ എടുത്തോളാം. ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞില്ലേ എല്ലാരും? ഇനിയിപ്പോ നമുക്ക് ജ്വല്ലറി എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാം. കം കം. ശിവാനി, നിനക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് തന്നെ സെലക്ട് ചെയ്തോ. വേറൊന്നും നീ ചിന്തിക്കണ്ട. ഇനി 2 ആഴ്ച കഴിയുമ്പോ എന്റെ വീട്ടിലെ മരുമകളാ നീ. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള മടിയും വേണ്ട. മുതലാളി, വെറുതെ നിന്നിങ്ങനെ സമയം കളയണോ? വേഗം പർച്ചേസ് ചെയ്ത് പോയാലോ? ദമയന്തി, ശിവാനിയെ കൂട്ടിക്കൊണ്ട് എന്താന്ന് വെച്ചെടുത്തു. വാ മോളെ. അങ്കിള് വരുന്നു. എന്താ മരുമോനെ? അങ്കിൾ എന്താ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? നീ ആ തൃശ്ശൂലിനെ കണ്ടില്ലേ? എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ. ഞാനത് എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി പോയതാ. അങ്കിളെ, അങ്കിൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? അല്ല മരുമോനെ. അങ്കിളെ, ശരി വിട്ടേക്ക് മോനെ, നീ പറയുന്ന പോലെ നടക്കട്ടെ. ഇവിടെ വെച്ച് ഞാൻ അവനോട് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇവിടുന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങുമല്ലോ, അപ്പം നോക്കാം. ത്രിവിക്രമ, തൃശൂൽ, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ശിവാനിക്ക് ഏതാ ചേരുന്നതെന്ന് നോക്കി നിങ്ങളും കൂടെ ഒന്ന് സെലക്ട് ചെയ്യും. ബ്രോ ഇന്ന് ഇരിക്കുന്നുണ്ടോ? ഇവിടെ വേറെ ചേർന്നില്ലല്ലോ. എന്നാ നീ അവിടെ എവിടെയെങ്കിലും പോയിരിക്കേ. തൃശൂർ വേണ്ട, നീ ഇവിടെ വന്നിരിക്കെ, ഞാൻ അങ്ങോട്ട് മാറിയിരുന്നോളാം. അതെ അതെ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്ക്. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ പോയി നെക്ലേസ് നോക്കാം. വെഡിങ് റിങ്സ് ഒന്ന് കാണിച്ചേ. ശിവാനി, ഹൗസ് ദിസ്? തൃശൂൽ, നീ എന്തെങ്കിലും വെറുതെ ഇരിക്കുന്നേ? ഓ
ഒന്നും ഇഷ്ടായില്ലേ നിനക്ക്? ഒന്ന് നോക്കുന്നേ. നമുക്ക് ഇഷ്ടമായതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്തോട്ടെ. ശിവാനി കമോൺ, താനീ റിംഗ് ഒന്ന് നോക്ക്. വെറുതെ സംസാരിച്ച് സമയം കളയുന്നതിന്. ശിവാനി ഇതെങ്ങനെ നോക്ക്. നന്നായിട്ടുണ്ട്. ഇത് നോക്കി എങ്ങനെ മനസ്സിലാവില്ല? അതെ, ആ കയ്യും കാണിച്ച് എങ്കിത്താ.